അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മുറാദുകളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. ഇതൊക്കെ ഒരു പക്ഷെ നമ്മൾ ചെയ്യുന്നതുമായിരിക്കാം. എന്നാൽ അത് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണോ, നമ്മുടെ ആഗ്രഹം എന്താണോ അതിൻ്റെ നിയ്യത്തുണ്ടായിരിക്കണം. ആ ഒരു ആഗ്രഹം റബ്ബിൽ തവക്കുൽ ചെയ്തിരിക്കണം. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തുള്ള ഇസ്സത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കടങ്ങളും വീടുവാനുള്ള മാർഗം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. രോഗങ്ങളെല്ലാം ശിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സമയവും റബ്ബിനോട് നന്ദിയുള്ളവനായിട്ട് ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല സാധിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസം മാറുവാൻ, ആഗ്രഹം സാധിച്ചു കിട്ടുവാൻ, സ്വപ്നങ്ങൾ സാധിച്ചു കിട്ടുവാനൊക്കെയുള്ള മാർഗമാണ്. നമ്മളെല്ലാവരും സുബ്ഹ് നിസ്കരിക്കുന്നവരാണ്. എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാര ശേഷം നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് നിയ്യത്താക്കിയിട്ട് സൂറത്തുൽ യാസീൻ ഒരു തവണ പാരായണം ചെയ്യുക. അത് നല്ല ഉദ്ദേശത്തോടെയും നല്ല ആത്മാർത്ഥമായിട്ടും ഓതുക. ഇങ്ങനെ ഓതിയതിന് ശേഷം നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് റബ്ബിനോട് ദുആ ചെയ്യുക. സൂറത്ത് യാസീന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. ഒരു തവണ ഓതിയാൽ തന്നെ ഖുർആനിൻ്റെ 1/3 ഭാഗം ഓതിയതിൻ്റെ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്, സൂറത്ത് യാസീൻ എന്നും രാവിലെ സുബ്ഹ് നിസ്കാര ശേഷം ഓതിയാൽ എനിക്ക് നല്ലൊരു റാഹത്ത് കിട്ടാറുണ്ട്. ആ ഒരു ദിവസം നല്ലൊരു ബർക്കത്തുള്ള ദിവസമായി തീരും. കാരണം എൻ്റെ വീട്ടുജോലികളും മറ്റു ജോലികളും എല്ലാം എനിക്ക് ആ ടൈമിൽ തന്നെ ചെയ്ത് എൻ്റെ സമയം എനിക്ക് ലാഭിക്കാൻ സാധിക്കാറുണ്ട്. ബർക്കത്തുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അന്നത്തെ ദിവസത്തിൽ ഒരു ബർക്കത്തുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കുവാനുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും കാര്യം സാധിക്കുവാൻ, അതല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനോ ജോലി ആവശ്യത്തിനോ പൈസ കിട്ടുവാനോ മറ്റൊക്കെ നമ്മൾ ചോദിക്കുവാനൊക്കെ പോകുമ്പോൾ ഈ ഒരു സൂറത്ത് ഓതുക. നിങ്ങളുടെ ആവശ്യത്തിന് എന്താണോ അതിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുക. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് ഹൈറാണെങ്കിൽ സാധിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു തരുന്നത്, സൂറത്തുൽ യാസീന് സുബ്ഹ് നിസ്കാര ശേഷം നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് നിയ്യത്താക്കിയിട്ട് ഒരു തവണ പാരായണം ചെയ്യുക. എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സൂറത്ത് യാസീൻ്റെ ബർക്കത്ത് കൊണ്ട് സാധിച്ചു തരുമാറാകട്ടെ.